കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് 16 ലക്ഷം രൂപ ചിലവ്. കേക്ക് വാങ്ങാൻ മാത്രം 1,20,000 രൂപയാണ് ചിലവാക്കിയത്. പണച്ചിലവിന് അനുമതി നൽകി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. കഴിഞ്ഞ മാസം 3-ന് തിരുവനന്തപുരം മാസ്കട്ട് ഹോട്ടലിൽ വെച്ചായിരുന്നു ക്രിസ്മസ് വിരുന്ന്. ശ്യാം കാങ്കാലിൽ ചേരുന്നു. ശ്യാം, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ മാസം 3-ാം തീയതി, അതായത് ജനുവരി 3-നായിരുന്നു തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ, മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് നടത്തിയത്. ഈ വിരുന്നിനായിട്ട് ഏകദേശം 1,20,000 രൂപ കേക്ക് വാങ്ങാൻ മാത്രം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നിന് വേണ്ടിയിട്ടുള്ള ആകെ ചിലവായ തുകയെന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ്. ഈ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് പൊതുഭരണ വകുപ്പ് ഇത്തരത്തിൽ പണം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകി ഉത്തരവായിട്ടുള്ളത്. ഈ ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പൊതുഭരണ വകുപ്പും മറ്റ് ടൂറിസം വകുപ്പും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പണച്ചെലവുകൾക്ക് അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ ഒരു സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനത്തുണ്ട് എന്ന് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്നിനുള്ള പണച്ചെലവിന് അനുമതി നൽകി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഇടയാണ് ഇങ്ങനെ ഒരു പണം അനുവദിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ 10,500-ഓളം രൂപ ആണ് ഇതിന്റെ ക്ഷണക്കത്ത് അടിക്കാനായിട്ട് ചെലവായിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ 1,20,000 രൂപ ഇതിന്റെ കേക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവിലേക്കും മറ്റുമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഒപ്പം ആകെ തുക എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്നിനായിട്ട് ചെലവായിട്ടുള്ളത്. കഴിഞ്ഞ മാസം 3-ാം തീയതിയായിരുന്നു തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് നടന്നത്. ഒപ്പം തന്നെ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉന്നതരടക്കമുള്ള ആളുകൾ ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം പങ്കെടുത്ത ഈ വിരുന്നിന് ചെലവായത് 16 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ്. ഈ ചെലവായ 16 ലക്ഷം രൂപ ഈ ബജറ്റിന് തൊട്ട് തലേ ദിവസം ഇപ്പോൾ അതിന് പണച്ചെലവിന് അനുമതി നൽകിയിരിക്കുകയാണ് പൊതുഭരണ വകുപ്പ്. ഒപ്പം തന്നെ നമ്മൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പൊതുഭരണ വകുപ്പ് ഈ ഉത്തരവിറക്കിയതിന് തൊട്ട് മുൻപ് തന്നെ ടൂറിസം വകുപ്പും ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണം അനുവദിക്കുന്നു. ബജറ്റിന് തൊട്ടു പിന്നാലെ സർക്കാർ പണം അത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പാർട്ടിയുടെ വിവിധ കാര്യങ്ങൾ അവർ നേതൃത്വം നൽകുന്ന ഈ കേക്കിന് ഓർഡർ കൊടുത്തത് പോലും പാർട്ടി ഇടപെട്ടാണ് എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. രോഹിണി.